ഇത് ഭയങ്കര ഉപ്പുണ്ടല്ലോ സാറേ. ആ ചങ്ങനെ വിളിച്ചാൽ ഞാൻ തന്നെ വർത്താൻ പറയട്ടെ അവനോട്. ഭയങ്കര ഉപ്പാണത്. പറയട്ടെ. ചൂടാല്ല, ഇരിക്കും. ശരിയാണ്, ചെറിയ ഉപ്പ്, വളരെ ചെറിയ ഉപ്പേ കൂടുതലുള്ളൂ. എനിക്ക് നല്ല ഉപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. പ്രഷർ കൂടുന്നുണ്ട്, നല്ല പ്രഷർ വരുന്നുണ്ടല്ലേ, നല്ല ചൂടുണ്ടല്ലേ, ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് രണ്ട് വർത്താനം പറഞ്ഞാൽ തീരും. നമ്മള് പൈസ വാങ്ങണേ. ഓക്കെ, നിങ്ങളിപ്പം 2 മിനിറ്റ് ഇരുന്നിട്ട് ആലോചിക്ക്. 2 മിനിറ്റ് ആലോചിക്ക്. ഇതേ കാര്യം നിങ്ങളെ വീട്ടിലാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? വൈഫിന്റെ അടുത്ത് ഇതേ പ്രശ്നം വന്നു, നിങ്ങൾ എന്ത് ചെയ്യും? ഇനി ഇത് ഭക്ഷണം നിങ്ങൾ ഉണ്ടാക്കിയും വിചാരിക്കും, നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് വേറൊരാളാന്ന് ഇങ്ങനെ കുറ്റം പറയും വിചാരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുക? വിഷമം ഉണ്ടാവും. അപ്പൊ നിങ്ങളിപ്പോ അയാളോട് പോയിട്ട് പറഞ്ഞാല് വിഷമം ഉണ്ടാവൂലേ? അപ്പൊ ഇവിടെ നമുക്ക് ഇമോഷനാണ്, ദേഷ്യം എന്ന് പറയുന്നത് ഇമോഷനാണ്. ബേസിക് ആയിട്ട് നമുക്കെല്ലാം 4 ഇമോഷൻസ് ഉള്ളത്. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് ഈ പറഞ്ഞ സാധനം ഏതാ? ദേഷ്യം. പിന്നെ സങ്കടം. പിന്നെ സന്തോഷം. ഒന്നും കൂടി ഉണ്ട്, എന്തും കണ്ടിട്ട് നമ്മള് പേടിക്കൂലേ? പേടി. അപ്പൊ ഈ 4 ഇമോഷനാണ് ബേസിക് ആയിട്ട് നമുക്കൊക്കെ ഉള്ളത്. ഒന്ന് സന്തോഷമാണ്, സങ്കടമാണ്, ദേഷ്യമാണ്, പേടിയാണ്. ഇനി ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. ആ ഇമോഷനിൽ ഇതിന്റെ സബായിട്ട് വരുന്നതായിരിക്കും മിക്കവാറും. അപ്പൊ ഈ സാധനത്തിന്, ഈ ഇമോഷനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ, അല്ലെങ്കിൽ നമ്മളെ ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ കോപ്പിംഗ് വിത്ത് ഇമോഷൻ എന്ന് പറയുന്നത് നമ്മൾ പരിശീലിക്കേണ്ടുന്ന, ഒരു മനുഷ്യന് മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന ഒരു ലൈഫ് സ്കില്ലാണ് കോപ്പിംഗ് വിത്ത് ഇമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ദേഷ്യം വരുമ്പോൾ, ദേഷ്യം വരാറില്ലേ? ദേഷ്യം വന്നു. ഈ ദേഷ്യത്തിനെ നമുക്ക് കുറക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ സാർ നമ്മൾ പറയാറുണ്ട് 5 Ds എന്ന് പറയാറുണ്ട്. 5 D ഉണ്ടെങ്കിൽ നമുക്ക് ദേഷ്യത്തിന് ഒരു പരിധി വരെ കുറക്കാൻ പറ്റും. ഓരോന്നായിട്ട് പറഞ്ഞോട്ടെ. ഒന്നാമത്തേത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. സ്ട്രെസ് വരുമ്പോഴേ നമ്മൾ എന്താ ചെയ്തേ? ബ്രീത്ത് ചെയ്തു. അത് തന്നെയാണ് ഒന്നാമത്തേത്, ഡീപ് ബ്രീത്ത്. വെരി ഗുഡ്. അപ്പോൾ ഡീപ് ബ്രീത്ത് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഡ്രിങ്ക് വാട്ടർ. നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ടല്ലോ, വെള്ളം വളരെ സമാധാനത്തിൽ കുറച്ചായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം അടിക്കലല്ല, വെള്ളം കുടിക്കല, സാധാ വെള്ളം. നല്ല വെള്ളം കുറച്ചായിട്ട് കുടിക്കുമ്പോ അത് പല രീതിയിൽ വരും. ഒരാളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ചിന്തകൾക്കനുസരിച്ച് അത് മാറും. ഓക്കെ. പിന്നെ മൂന്നാമത്തെ ഡി എന്ന് പറയുന്നത് ഡിസ്കസ് വിത്ത് സംവൺ ഹൂ ഡസ് നോട്ട് ബ്ലെയിം us. അങ്ങനെ പറഞ്ഞാൽ നമ്മളെ ബ്ലെയിം ചെയ്യാത്ത, നമ്മളെ കുറ്റപ്പെടുത്താത്ത, നമ്മളെ ചേർത്ത് പിടിക്കുന്ന, നമുക്ക് ഇഷ്ടമുള്ള ആരും, സുഹൃത്താവാം, ഓക്കെ, പേരന്റ് ആവാം, നമ്മുടെ ജീവിത പങ്കാളിയാവാം, നമ്മുടെ സ്വന്തം പങ്കാളിയാവുന്നതാണ് നല്ലത്. മറ്റ് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോ നമുക്ക് ഏറ്റവും അടുപ്പമുള്ള, നമ്മളെ മനസ്സിലാക്കുന്ന ആളോട് കാര്യങ്ങൾ തുറന്ന് പറയാം. ഓക്കെ, അപ്പൊ ഷെയർ ചെയ്യുക. അതാണ് ഡിസ്കസ് വിത്ത് സംവൺ. അതാണ് മൂന്നാമത്തെ ഡി. നാലാമത്തെ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദ സിറ്റുവേഷൻ. നമുക്കിപ്പം ചില ദേഷ്യങ്ങൾ ഉണ്ടാക്കുന്ന സന്ദർഭം ഉണ്ടാവും, ആ ഭാഗത്ത് നമ്മൾ പോകരുത്. അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് അകലം പാലിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഈ ദേഷ്യത്തിനെ കുറക്കാൻ പറ്റും. അഞ്ചാമത്തെ ഡി എന്ന് പറയുന്നത് ഡിസ്ട്രാക്റ്റ് ആണ്. ഡിസ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ ഏത് കാര്യം ആലോചിക്കുമ്പോഴാണോ നമുക്ക് ദേഷ്യം വരുന്നത്, അതിൻ്റെ അകത്ത് നമ്മളെ ശ്രദ്ധേനെ മാറ്റാം. നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളെ കായിക വിനോദങ്ങളിലോ അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലോ നമ്മൾ നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോയിട്ട് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഈ ഇമോഷനെ കോപ്പപ്പ് ചെയ്യാനുള്ള 5 ഡി എന്ന് പറയുന്നത്. പിന്നെയുണ്ട് ഒരുപാട്. നേരത്തെ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ വളരെ നല്ലൊരു മെത്തേഡാണ്. പിന്നെ വളരെ സന്തോഷം തരുന്ന എന്ത് കാര്യമാണോ നമുക്ക് ജീവിതത്തിൽ ഉള്ളത് അതിൽ മുഴുകുക, മറ്റുള്ള ആൾക്കാരെ സഹായിക്കുക, കുറച്ച് സൊസൈറ്റിയിൽ ഇറങ്ങിച്ചെന്ന് മറ്റുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ കണ്ടെത്തി അവർക്ക് മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ ഇഷ്ടത്തോടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള ആൾക്കാരുടെ വിഷമങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ ഇമോഷനെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും. വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്തു അല്ലേ, അപ്പോൾ റിയാക്ഷൻ്റെ ആ സമയത്തിന് നമ്മൾ കുറച്ച്
കുറച്ചൊന്ന് കൂട്ടുക. നമ്മളെപ്പോഴും എടുത്തു ചാടിയിട്ട കാര്യങ്ങൾ ചെയ്യുക. വെട്ടൊന്ന് തുണ്ടം 2 എന്നുള്ളതാണ്. ആ വെട്ടുന്നതിന് മുമ്പ് ഒന്ന് പോസാക്കിയിട്ട് വളരെ കൃത്യമായിട്ട് ഇത് ഞാൻ വെട്ടേണ്ടത് തന്നെയാണോ അല്ലെങ്കിൽ ഇത് ഞാൻ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഒന്ന് ആലോചിച്ചാൽ അത് മാത്രമായിരിക്കില്ല, അതിൻ്റെ അകത്ത് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് അത്രയും അറിവുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തിരിച്ചറിവുണ്ടാവണമെങ്കിൽ നമ്മൾ ഈ റിയാക്ഷൻ ടൈം ഒന്ന് കുറച്ച് കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ഏതൊരാളോടും നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു പോസ് വെക്കും. ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡേ വേണ്ടുള്ളൂ. 20 സെക്കൻഡ് നിങ്ങൾ ഒന്ന് പിന്നെ ബാക്ക് വലിച്ചാൽ തന്നെ അല്ലെങ്കിൽ കുറച്ചൊന്ന് റിയാക്ഷൻ ടൈം കൂട്ടിയാൽ തന്നെ നിങ്ങൾക്ക് അവിടെ വിസ്ഡം വരും എന്നുള്ളതാണ്, തിരിച്ചറിവ് വരും എന്നുള്ളതാണ്. അത് നിങ്ങൾക്കിപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് നിങ്ങൾ കുട്ടികളിപ്പോൾ ഭയങ്കര കുഴപ്പമുണ്ടാക്കി വീട്ടിൽ കുഴപ്പമുണ്ടാക്കിയിട്ട് പിന്നെ നിങ്ങൾ ഉടനെ കുട്ടീനെ അടിക്കും. അപ്പോൾ ഇങ്ങനെ ഞാനൊരു ട്രെയിനിൽ പോകുമ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഒരു കുട്ടി എന്തോ ഒരു കുഴപ്പം കാണിച്ചപ്പോൾ അതിൻ്റെ അമ്മ അതിനെ പിടിച്ചിട്ട് അടിക്കാൻ നോക്കുമ്പോൾ ഞാൻ ജസ്റ്റ് മാഡം എന്ന് വിളിച്ചപ്പോൾ അവർ നോക്കി, എന്താ സാർ ഇവൻ്റെ കളി കാണുന്നില്ലേ, ഇവൻ എവിടെയെങ്കിലും പോയി വീണാലോ കുഴപ്പമുണ്ടാക്കിയാലോ വെച്ചിട്ടാണ്. ഞാൻ ചോദിച്ചു അതിന് നിങ്ങൾ അടിച്ചോളൂ എന്ന് പറഞ്ഞു. അതായത് ഞാൻ അടിക്കുമ്പോഴേ ഞാൻ വിളിച്ചു. അപ്പോൾ അവരവിടെ പോസ് ചെയ്തു. ഒരു 20-30 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാഡം അടിച്ചോളൂ. പിന്നെ മാഡം അടിക്കുന്നില്ല. ഞാൻ ചോദിച്ചു എന്താ അടിക്കുന്നില്ലേ? അപ്പം ഞാൻ ആ ഫ്ലോ അങ്ങ് പോയി. കാരണം മിക്കവാറും നമ്മൾ അടിക്കുന്നത് അവർ നന്നാവാനോ അല്ലെങ്കിൽ കുട്ടികൾ നന്നാവാനോ വേണ്ടി അല്ല, നമുക്ക് നമ്മളുടെ ആ ഫ്രസ്ട്രേഷനെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പറഞ്ഞത് ശരിയാണ്, ദേഷ്യം പോയി. കാരണം ഈ ഉപ്പുള്ള ചിലപ്പോൾ തിന്നും. കാരണം അതിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപ്പുണ്ട് നമുക്ക് പറയാം. ഈ പ്രശ്നത്തിനെ, ഈ ദേഷ്യത്തിനെ, ഈ പിന്നെ ഈ നമ്മുടെ ഈ സങ്കടത്തിനെ നമ്മൾ റിയാക്ട് ചെയ്യുന്നതിന് പകരം നമ്മളത് റിപ്പോർട്ട് ചെയ്താൽ മതി. വീട്ടിൽ നമുക്ക് വേണമെങ്കിൽ ഇത് വീട്ടിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. വൈഫിനോട് ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവും, ചിലപ്പോൾ സങ്കടമൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ സങ്കടവും ദേഷ്യവും ഒക്കെ പ്രകടിപ്പിക്കുന്നതിന് പകരം നിങ്ങളതൊന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കിയേ. എനിക്ക് നീ ആ പറഞ്ഞത് വിഷമമുണ്ടാക്കിയേ, നീ ആ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായേ. നമ്മൾ അവരോട് പറയുന്ന ആ കാര്യമുണ്ടല്ലോ, ആ റിപ്പോർട്ടിങ്, അത് അവർക്കത് മനസ്സിലാവുകയും ചെയ്തു, അത് കോപ്പപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതും വേറൊരു മെത്തേഡാണ്. നമുക്ക് ഇമോഷനെ കോപ്പപ്പ് ചെയ്യാനുള്ള വേറൊരു മെത്തേഡാണ്. അത് എക്സ്പ്രസ് ചെയ്യുന്നതിന് പകരം നമുക്കത് റിപ്പോർട്ട് ചെയ്താൽ മതി. പ്രത്യേകിച്ചും ദേഷ്യവും സങ്കടവും പേടി, ഈ 3 കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ മനുഷ്യന്മാരെ പറഞ്ഞ പോലെ നമുക്കെന്തെങ്കിലും ദേഷ്യം വരികയാണെങ്കിൽ നമ്മൾ പിന്നെ പെട്ടെന്ന് എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യാതെ വളരെ സാവധാനം കാര്യങ്ങൾ ചെയ്തിട്ട് നിയന്ത്രിക്കുക. അങ്ങനെ നല്ല മനുഷ്യന്മാരായിട്ട്, ദേഷ്യമൊന്നും അധികം പിടിക്കാത്ത നല്ല മനുഷ്യന്മാരായിട്ട് ജീവിച്ചു തീർത്തോളി. ഭക്ഷണം കഴിച്ചാലോ? ഓക്കെ.